Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. Okay. Measures to maintain safety. ലേബർ റൂമിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് measures to maintain safety. Okay. കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്. നോക്കാം എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ് ലേബർ റൂമിൽ നമ്മൾ പാലിക്കേണ്ടത്. ഓക്കെ. Standard safety procedure must be followed by all medical staff. എന്താണ് എല്ലാ തരത്തിലുള്ള പ്രൊസീജിയേഴ്സും മെഡിക്കൽ സ്റ്റാഫുകൾ ഫോളോ ചെയ്യണം. അല്ലെ എല്ലാ നടപടിക്രമങ്ങളും അവര് പരിപാലിക്കേണ്ടതുണ്ട് അല്ലെ. Periodic in-service and training session on infection control to be held. എന്താണ് പീരിയോഡിക് ഇൻ സർവീസ് ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞാല് അതായത് അണുനിയന്ത്രണങ്ങളെ കുറിച്ച് ഇൻഫെക്ഷൻ കൺട്രോളിനെ കുറിച്ചിട്ട് എന്താണ് ഇൻ സർവീസിലുള്ള സ്റ്റാഫുകൾക്ക് അല്ലെ ആ സർവീസിൽ ഇരിക്കുന്ന സ്റ്റാഫുകൾക്ക് പ്രത്യേക ട്രെയിനിങ്ങുകൾ നൽകണം അല്ലെ. അണുമുക്തമാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പ്രത്യേക ട്രെയിനിങ്ങുകൾ അവർക്ക് നൽകേണ്ടത്, പ്രത്യേക സെഷൻസുകൾ നൽകേണ്ടത് അത്യാവശ്യമാണ്. Then the clothing worn should be sanitary and clean. The clothing worn should be sanitary and clean. എന്താണ് അവർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളൊക്കെ തന്നെ എന്താണ് ക്ലീൻ ചെയ്തതായിരിക്കണം, ക്ലീൻ ചെയ്തിട്ടുള്ള ശുചിയായിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കണം ധരിക്കേണ്ടത്. PPE has to be accessible. എന്താണ് PPE എന്ന് പറഞ്ഞാല് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്സ് അല്ലെ. PPE എല്ലാവരും തന്നെ ധരിച്ചിരിക്കണം. PPE എന്തൊക്കെയാണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്സ് എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്സ് എന്തൊക്കെയാണ്? ഗ്ലൗസസ്, മാസ്ക്. യെസ്. ഓക്കെ, അത് ആക്സസിബിൾ ആയിട്ട് ഉപയോഗിക്കണം. Then training for employees on general and particular practices. എന്താണ് പ്രത്യേക രീതിയിൽ ജീവനക്കാർക്ക് അല്ലെ സ്റ്റാഫുകൾക്ക് പ്രത്യേക രീതിയിലുള്ള പ്രാക്ടീസസ് നൽകണം, പരിശീലനങ്ങൾ നൽകണം. Then infection patients should be admitted in accordance with the hospital protocols. Infection patients should be admitted in accordance with the hospital protocol. എന്താണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ പ്രത്യേക രീതിയിൽ തന്നെ ആയിരിക്കണം അവരെ മാറ്റേണ്ടത്, അഡ്മിറ്റ് ചെയ്യേണ്ടത്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ എന്താണ് പ്രത്യേകമായിട്ടുള്ള രീതിയിലായിരിക്കണം അവരെ അഡ്മിറ്റ് ചെയ്യേണ്ടത്. ഹോസ്പിറ്റൽ പ്രോട്ടോകോൾസ് ഫോളോ ചെയ്തുകൊണ്ട് പ്രത്യേകമായിട്ട് വേണം അവരെ പരിഗണിക്കാനായിട്ട് അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുവാനായിട്ട്. യെസ്. Then all fitting clothing tools and waste need to be treated as contaminated and handled carefully. All fitting clothes tools and waste need to be treated as contaminated and carefully. എന്താ പറയുന്നത്? ക്ലോത്തിങ് ടൂൾസുകളൊക്കെ എന്താണ് അണുവിമുക്തമാക്കണം, വൃത്തിയാക്കണം അല്ലെ. അത് പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ്. അതൊരിക്കലും മലിനമാക്കാനായിട്ട് പാടില്ല. പേഴ്സണൽ കെയർ കൊടുക്കണം, പ്രത്യേക കെയർ കൊടുക്കേണ്ട ഏത് സാധനങ്ങളാണ് ഓൾ ഫിറ്റിംഗ് ക്ലോത്തിങ് ടൂൾസുകളൊക്കെ. ഇനി instruments and other supplies are clean, sterilized and processed. Instruments and other supplies are clean, sterilized and processed. അവർ ഉപയോഗിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സും
എന്താണ് ക്ലീൻ ആയിരിക്കണം, സ്റ്റെറിലൈസ് ചെയ്തതായിരിക്കണം. അതെല്ലാം തന്നെ സ്റ്റെറിലൈസ് ചെയ്തതായിരിക്കണം. Patient should be provided with the sterile drops. Patient should be provided with the sterile drops. എന്താണ് sterile drops എന്ന് പറഞ്ഞാല് പേഷ്യൻസിന് വേറെയായി കൊടുക്കുന്ന അവരുടെ വസ്ത്രങ്ങള് സ്റ്റെറൈൽ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണ് അല്ലെ. അത് അണുവിമുക്തമായിരിക്കണം, സ്റ്റെറൈൽ ചെയ്തിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കണം പേഷ്യൻസിന് കൊടുക്കേണ്ടത്. ഓക്കെ, രോഗിക്ക് അണുവിമുക്തമായിട്ടുള്ള വസ്ത്രങ്ങൾ നൽകുക. And evolution of an employee's health is crucial. And evolution of an employee's health is crucial. എന്താണ് ഒരു ജീവനക്കാരന്റെ അല്ലെ അവിടുത്തെ ഒരു ആരോഗ്യം, ഹെൽത്ത് സ്റ്റാഫിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെയധികം ക്രൂഷ്യൽ ആണ് അല്ലെ. എപ്പോഴും എന്താണ് കണ്ടാമിനേറ്റഡ് ആയിട്ടൊരു ഏരിയസിൽ കൂടി പോവുകയാണെങ്കിൽ ആളുടെ ലൈഫിലും എന്താണ് അത് ബുദ്ധിമുട്ടാണ് അല്ലെ. എപ്പോഴും അവിടെ നിൽക്കുന്ന സ്റ്റാഫ്സും എന്താണ് ജേം ഫ്രീ ആയിട്ടിരിക്കണം. അവർ ഒരു യാതൊരു വിധത്തിലുള്ള എന്താണ് മലിനീകരണത്തിലൊന്നും അവര് ചെന്നപ്പെടാനൊന്നും പാടില്ല. അപ്പോ ഒരു ഹെൽത്ത് എംപ്ലോയീസ് എന്ന നിലയിൽ അവർ എപ്പോഴും എന്താണ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കൂടിയാണ് കടന്നു പോകുന്നത്. സേഫ്റ്റി മെഷേഴ്സ് പേഷ്യൻസിനേക്കാളും ഏറ്റവും കൂടുതൽ സ്വീകരിക്കേണ്ടത് ആര് തന്നെയാണ്? അവിടുത്തെ എംപ്ലോയീസ് അല്ലെ, സ്റ്റാഫുകൾ തന്നെയാണ്. ഇവിടെ എംപ്ലോയീസ് ഉദ്ദേശിക്കുന്നത് സ്റ്റാഫുകളെ തന്നെയാണ്. ഓക്കെ, ഹെൽത്ത് കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് പോകേണ്ടത് അവരുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മെഷേഴ്സ് ഉദ്ദേശിക്കുന്നത്. മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. എന്താണ് അവിടുത്തെ പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുക, പ്രത്യേക നടപടിക്രമങ്ങള് ഫോളോ ചെയ്യുക. എല്ലാ മെഡിക്കൽ സ്റ്റാഫും അവിടെ ഏതൊക്കെ നിയമങ്ങളാണോ പാലിക്കേണ്ടത് കൃത്യമായ രീതിയിൽ പാലിക്കുക. പിന്നെന്താണ് സർവീസിലിരിക്കുന്ന സ്റ്റാഫുകൾക്ക് പ്രത്യേക രീതിയിൽ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ പ്രത്യേകം നൽകുക. പിന്നെന്താണ് നല്ല ശുചിയായിട്ടുള്ള വസ്ത്രങ്ങൾ അല്ലെ, സാനിറ്ററി ടോക്സിൻസ് മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെന്താണ് PPP എല്ലാവരും വെയർ ചെയ്തിരിക്കണം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ എല്ലാവരും വെയർ ചെയ്തിരിക്കാം. പിന്നെന്താണ് ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഓൺ ജനറൽ ആൻഡ് പെർട്ടിക്കുലർ പ്രാക്ടീസസ്. എന്താണ് അവർക്ക് പ്രത്യേകമായിട്ടുള്ള രീതിയിൽ പ്രാക്ടീസസ് അല്ലെ പരിശീലനങ്ങൾ നൽകുക. പിന്നെന്താണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് അതാത് അവർക്ക് ഹോസ്പിറ്റൽ പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ട് അതേതായ രീതിയിൽ അഡ്മിറ്റ് ചെയ്യുക. പിന്നെന്താണ് ഫിറ്റിംഗ് ബോക്സുകളൊക്കെ എന്താണ് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. ഉപയോഗിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സും അതർ ഡിവൈസസ് ഒക്കെ എന്താണ് സ്റ്റെറിലൈസ് ചെയ്യുക. പിന്നെ പേഷ്യൻസിന് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, പേഷ്യൻസിന് അഡ്മിറ്റ് സമയത്ത് കൊടുക്കുന്ന ഡ്രസ്സുകൾ, അവരുടെ വേഷങ്ങൾ എന്താണ് സ്റ്റെറൈൽ ഡ്രോപ്സുകളായിരിക്കണം, വൃത്തിയായിട്ടുള്ള ഡ്രസ്സുകളായിരിക്കണം അവർക്ക് ഉപയോഗിക്കാൻ നൽകേണ്ടത്. എന്താണ് എവല്യൂഷൻ ഓഫ് ആൻ എംപ്ലോയീസ് ഹെൽത്ത് ഈസ് ക്രൂഷ്യൽ അല്ലെ. എന്താണ് ഒരു ജീവനക്കാരന്റെ ആരോഗ്യം എന്ന് പറഞ്ഞ് വിലയിരുത്തുന്നത് നിർണായകമാണ്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന്റെ ആരോഗ്യം പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. തന്നിരിക്കുന്ന പ്രോട്ടോകോൾസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇൻഫെക്ഷൻസിൽ നിന്നൊക്കെ എന്താണ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ മെഷേഴ്സ് എന്താണെന്ന് മനസ്സിലായോ? ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? ഇനി എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് ലേബർ റൂമിൽ എടുക്കേണ്ടത്? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം. എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് ലേബർ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്താണ് പറയുന്നത്? ഹാൻഡ് വാഷിംഗ്. ഹാൻഡ് വാഷ് ചെയ്യുക, കൈകളെ വൃത്തിയായിട്ട് കഴുകുക. ദെൻ വെയറിംഗ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, പ്രൊട്ടക്റ്റീവ് ക്ലോത്ത് വെയർ ചെയ്യുക. Then proper disposal of biomedical waste. ബയോമെഡിക്കൽ വേസ്റ്റുകള് പ്രോപ്പർ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ ഡിസ്പോസ് ചെയ്യുക. Then proper handling of sharp objects. ഷാർപ്പ് ഒബ്ജക്ട്സുകള് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. നീഡിൽസ്, സിസേഴ്സ്, മറ്റ് എക്യുപ്മെന്റ്സുകളൊക്കെ ടൂൾസുകളൊക്കെ എന്താണ് സുരക്ഷാപൂർവം തന്നെ കൈകാര്യം ചെയ്യുക. സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് ഓഫ് ദ ഐറ്റംസ് യൂസ്ഡ്. എന്താണ് ഉപയോഗിച്ച വസ്തുക്കള് സ്റ്റെറിലൈസ് ചെയ്യുക, ഉപയോഗിച്ചിരുന്ന വസ്തുക്കള് സ്റ്റെറിലൈസ് ചെയ്യുക. പിന്നെന്താണ് പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്. പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്സ്.
എന്താണ് എക്യുപ്മെന്റ്സിന്റെ ശരിയായ രീതിയിലുള്ള ഉപയോഗം. എക്യുപ്മെന്റ്സിന്റെ ശരിയായ രീതിയിലുള്ള ഉപയോഗം. സസ്റ്റൈനിങ് എ ക്ലീൻ ആൻഡ് അസെപ്റ്റിക് എൻവയോൺമെന്റ്. ഈ അസെപ്റ്റിക് എന്നുള്ള ഒരു വാക്ക് നമ്മൾ പഠിച്ചിട്ടില്ലേ നേരത്തെ? എവിടെയാണ് പഠിച്ചത്? അസെപ്റ്റിക് പഠിച്ചിട്ടില്ല കേട്ടോ അല്ലെ? അസെപ്റ്റിക് എൻവയോൺമെന്റ് എന്താണ്? അണുവിമുക്തമായിട്ടുള്ള എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് OT നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പ്രശ്നത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് അസെപ്റ്റിക് എൻവയോൺമെന്റ് അല്ലെ? ജേം ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. അണുവിമുക്തമായിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കണം ലേബർ റൂമിന്റേത്. ഓക്കെ, ഇതിന്റെ പ്രിക്കോഷൻസ് ആണ് മെയിൻ ആയിട്ട് എടുക്കേണ്ടത്. എന്തൊക്കെയാണ്? ഹാൻഡ് വാഷ് ചെയ്യണം, wear protective clothing, proper disposal of biomedical waste, proper handling of sharp objects, then sterilization and disinfecting of items used, then processing of used equipment, sustaining a clean and aseptic environment. ഇത്ര പ്രിക്കോഷൻസ് ആണ് ലേബർ റൂമിൽ പ്രധാനമായിട്ടും എടുക്കേണ്ടത്. ക്ലിയർ ആണോ? പ്രിക്കോഷൻസ് ക്ലിയർ ആണോ? ഇനി ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്. ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്. ഇനി എങ്ങനെയാണ് അണുവിമുക്തമാക്കേണ്ടത്? ലേബർ റൂമും പരിസര പ്രദേശങ്ങളും എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്, അണുവിമുക്തമാക്കേണ്ടത് എങ്ങനെയാണ്? സം ഓഫ് ദ ജനറൽ റൂൾസ് ഫോർ ക്ലീനിങ്. ഇനി ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്, റൂൾസുകളുണ്ട്. അത് ഫോളോ ചെയ്യണം. എന്തൊക്കെയാണ് ലേബർ റൂം ആയിട്ട് ക്ലീൻ ചെയ്യേണ്ടത്? Any equipment brought into the labor room from outside must be wiped and cleaned. എന്താണ്? ലേബർ പുറത്തു നിന്ന് കൊണ്ടുവരുന്ന ഏതൊരു എക്യുപ്മെന്റ്സും വൈപ്പ് ചെയ്തതിനു ശേഷം അല്ലെ, തുടച്ചതിന് ശേഷം ക്ലീൻ ചെയ്തിട്ട് വേണം അത് ഉപയോഗിക്കാൻ. ഔട്ട്സൈഡിൽ നിന്ന് കൊണ്ടുവരുന്ന ഏതൊരു എക്യുപ്മെന്റ്സും എന്താണ്? വൈപ്പ് ചെയ്ത് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം അത് ഉപയോഗിക്കാൻ. ഓക്കെ. Have adequate cleaning sequences. മതിയായിട്ടൊരു ശുചീകരണ ക്രമം ഉണ്ടായിരിക്കണം. കൃത്യമായ രീതിയിലൊരു adequate സീക്വൻസ് ആൻഡ് സ്പേസില് എന്താണ് ശുചീകരണത്തിനൊരു ക്രമം ഉണ്ടായിരിക്കണം. ക്ലീനിങ്ങിന് പ്രത്യേക ഇടവേളകളൊക്കെ നിർണയിച്ച് കൃത്യമായി ക്ലീൻ ചെയ്യുന്ന നടപടികൾ ഉണ്ടായിരിക്കണം. Then damaged equipment should be repaired or replaced. ശ്രദ്ധിക്കുന്നുണ്ടോ? Damaged equipment should be repaired or replaced. അതായത് ഏതെങ്കിലും എക്യുപ്മെന്റ്സുകൾക്ക് എന്തെങ്കിലും ഡാമേജ് വന്നാൽ അത് റിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുകയോ അത് മാറ്റുകയോ ചെയ്യണം. ഏതെങ്കിലും ഉപകരണത്തിന് എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും ഡാമേജ് വന്നാൽ അത് റിപ്പയർ ചെയ്യുകയോ റീപ്ലേസ് ചെയ്യുകയോ ചെയ്യണം. ഐറ്റംസ് ഇനി നിങ്ങൾ 4th പോയിന്റ് ഒന്ന് നോക്കിയേ. 4th പോയിന്റിൽ കുറച്ച് കറക്ഷൻ വരുന്നുണ്ട്. ഐറ്റംസ് കഴിഞ്ഞിട്ട് സോയിൽഡ് എന്ന് എഴുതണം കേട്ടോ. സോയിൽഡ്, SOILED. ഐറ്റം സോയിൽഡ് വിത്ത് ബ്ലഡ് ഓർ ബോഡി. സോയിൽഡ്, SOILED. സോയിൽഡ്. മലിനം. യെസ്, സോയിൽഡ്. ഐറ്റം സോയിൽഡ് വിത്ത് ബ്ലഡ് ഓർ ബോഡി. അവിടെ ഫൈൻസ് എന്നാണ് കിടക്കുന്നത്, ഫ്ലൂയിഡ്സ് എന്നാക്കാട്ടോ. Fluids should be cleaned immediately. Should be കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് വെക്കുക, എന്നിട്ട് എഴുതാം fluids should be cleaned immediately. ഒന്നുകൂടി വായിക്കാം. ഐറ്റം സോയിൽഡ് വിത്ത് blood or body fluids should be cleaned immediately.
എഴുതിയോ? ആ എന്താണ് പറയുന്നത്? ഏതെങ്കിലും തരത്തില് ബ്ലഡ് ഫ്ലൂയിഡ്സോ ബോഡി ഫ്ലൂയിഡ്സോ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഒരു സ്ഥലം എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ എന്താണ് അത് ക്ലീൻ ചെയ്യണം. ഓക്കെ, then always use approved mopping techniques. അല്ലെ, ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള ടെക്നിക്സുകൾ ഉപയോഗിക്കുക. മോപ്പിംഗ്സ് എന്ന് വെച്ചാല് ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതിന് പ്രത്യേകതരമായിട്ടുള്ള ഉപകരണങ്ങൾ എക്യുപ്മെന്റ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ. ഓക്കെ, ഇത്തരത്തിലെ പുതിയ ടെക്നിക്സുകൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. എക്സാമിൻ ഏരിയാസ് ഫോർ seepage or any other issues and report instantly. എന്താണ് seepage എന്ന് പറഞ്ഞാല്? ചോർച്ച അല്ലെ, ഏതെങ്കിലും തരത്തിലുള്ള ലീക്കേജ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഏതെങ്കിലും തരത്തില് ചോർച്ചകൾ ഉണ്ടെങ്കിൽ ലീക്കേജസ് കാണുകയാണെങ്കിൽ അത് ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യണം. ഏതെങ്കിലും ഏരിയാസിൽ ലേബർ റൂമിന്റെ ഏതെങ്കിലും ഏരിയാസിൽ ചോർച്ചകൾ കാണുകയാണെങ്കിൽ അത് ഉടനെ റിപ്പോർട്ട് ചെയ്യണം. Then clean the labor table after every delivery. എന്താണ് ഏത് ഡെലിവറി കഴിഞ്ഞാലും എന്താണ് ഉടനെ തന്നെ ആ ഡെലിവറി ടേബിള് ക്ലീൻ ചെയ്തിരിക്കണം. Standard procedures for disinfection and sterilization required to be followed. എന്താണ് ഡിസിൻഫെക്റ്റ് എന്നാണ് വിമുക്തമാക്കുന്നതിനുള്ള എല്ലാ തരം സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സുകളും എന്താണ് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അത് പാലിക്കേണ്ടതുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? പുറത്തു നിന്ന് കൊണ്ടുവരുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ എന്താണ് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക. പിന്നെന്താണ് കൃത്യമായ രീതിയിലുള്ള ക്ലീനിങ് നടപടിക്രമങ്ങൾ കൊണ്ടുവരിക. ഹാവ് adequate cleaning sequences. മതിയായ ശുചീകരണ ക്രമം ഉണ്ടായിരിക്കണം. കൃത്യമായ ഇടവേളകളിലെ ശുചീകരണ ക്രമങ്ങൾ അല്ലെ വൃത്തിയാക്കേണ്ടതുണ്ട്. ഡാമേജ് എക്യുപ്മെന്റ്സ് റീപ്ലേസ് ചെയ്യുകയോ റിപ്പയർ ചെയ്യുകയോ ചെയ്യുക. എന്താണ് ബോഡി ഫ്ലൂയിഡ്സോ ബ്ലഡോ ഫ്ലൂയിഡ്സ് ബോഡി ഫ്ലൂയിഡ്സുകൾ വന്നാൽ അത് പ്രോപ്പറായിട്ട് അപ്പം തന്നെ എന്താണ് അത് ക്ലീൻ ചെയ്യുക. പിന്നെന്താ ഫ്ലൂയിഡ് മോപ്പിംഗ് ടെക്നിക്സ്, ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകതരം ടെക്നിക്സുകൾ ഉപയോഗിക്കുക. പിന്നെ ഏതെങ്കിലും തരത്തില് ഏതെങ്കിലും ഏരിയാസില് ലീക്കേജസ് കാണുകയാണെങ്കിൽ ഇത് ഉടനടി റിപ്പോർട്ട് ചെയ്യുക. ഓരോ ഡെലിവറിക്ക് ശേഷം ഡെലിവറി ടേബിള് ക്ലീൻ ചെയ്യുക. പിന്നെന്താണ് ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സുകൾ ഫോളോ ചെയ്യുക. അത്തരം കാര്യങ്ങളാണ് ക്ലീനിങ് സെക്ഷനിൽ വരുന്നത്. ഇനി the labor room and connecting passage should be clean at least twice a day. എന്താണ് ആ ലേബർ റൂമിലേക്കുള്ള കണക്ടിങ് പാസേജസ് അല്ലെ, വരാന്തകളൊക്കെ എന്താണ് ക്ലീൻ ചെയ്തിരിക്കണം. എല്ലാ ദിവസവും തന്നെ അത് ക്ലീൻ ചെയ്തിരിക്കണം. Then soiled areas and cleaning or spillage should be done at the earliest time possible. എന്താണ് ആ ഏരിയാസിൽ എന്താണ് വേസ്റ്റസുകളൊന്നും തന്നെ പാടുള്ളതല്ല. അത് കൃത്യമായിട്ട് സോയിൽ വേസ്റ്റ് ഒക്കെ സ്പില്ലേജ് എന്താണ് സ്പില്ലേജ് ഉദ്ദേശിക്കുന്ന വേസ്റ്റ് ആണ് കേട്ടോ. വേസ്റ്റസ് ഒക്കെ എന്താണ് അത് കൃത്യമായ രീതിയിൽ നേരത്തെ തന്നെ അത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താ ഡീറ്റെയിൽഡ് വാഷ് ഡൗൺ ഓഫ് ലേബർ റൂം മസ്റ്റ് ബി ഡൺ അറ്റ്ലീസ്റ്റ് ട്വൈസ് എ മന്ത്. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ലേബർ റൂം ഫുള്ളായിട്ട് അല്ലെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. നല്ല വൃത്തിയായിട്ട് അന്നത്തെ ദിവസം നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്യുക, മാസത്തിൽ ഒരു പ്രാവശ്യം. ഓക്കെ, ക്ലിയർ ആണോ പിള്ളേര്? ഒരു മിനിറ്റ്. Then infection control and waste management. Infection control and waste management. ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനും വേസ്റ്റ് മാനേജ്മെന്റിനും എന്തെല്ലാം കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്?
Infection control refers to the policies and procedures used to reduce the risk case owing to infection spread, especially healthcare facilities. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത്? അപകട സാധ്യതകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ, റിസ്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഫെക്ഷൻസ് നമ്മള് അണു നിയന്ത്രണം കൊണ്ടുവരുന്നത് അല്ലെ, ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സ്പെഷ്യൽ അറ്റൻഷൻ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട്, ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മള് ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത്, അണുവിമുക്തമാക്കി ഓരോ സ്പേസസും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Special attention and standard practice should be followed for cleaning the labor room. അല്ലെ, ലേബർ റൂമിൽ എന്താണ് പ്രത്യേകം തയ്യാറാക്കപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ആണ് ക്ലീനിങ്ങിന് വേണ്ടി ഫോളോ ചെയ്യുന്നത്. Poor infection control practices in labor and delivery rooms place the patient's infant as well as healthcare staff at risk. എന്താണ് ഈ ഒരു പ്രദേശത്ത് അല്ലെ, ലേബർ റൂമിൽ എന്താണ് നല്ല രീതിയിലുള്ള കൺട്രോൾ, ഇൻഫെക്ഷൻ കൺട്രോൾ ഇല്ലെങ്കിൽ അത് ആ പേഷ്യന്റ്, ലേബർ പേഷ്യന്റിനെയും ന്യൂബോൺ ബേബിനെയും അതുപോലെ തന്നെ എന്താണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും അത് അപകടമായിരിക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഇല്ലാതാക്കാതെ ആ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള മെഷേഴ്സുകള് സ്വീകരിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? സ്റ്റാഫ് കളക്ടിംഗ് വേസ്റ്റ് വിത്ത് വെയർ യൂട്ടിലിറ്റി ഗ്ലൗസ് ആൻഡ് ക്ലോസ്ഡ് ഷൂസ്. സ്റ്റാഫുകള് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സമയത്ത്, വേസ്റ്റുകൾ മാറ്റുന്ന സമയത്ത് എന്തൊക്കെ ഉപയോഗിക്കാനാണ് പറയുന്നത്? യൂട്ടിലിറ്റി ഗ്ലൗസ് ആൻഡ് ക്ലോസ്ഡ് ഷൂസ് അല്ലെ, ഗ്ലൗസും ക്ലോസ്ഡ് ആയിട്ടുള്ള ഷൂസുകളുമാണ് അവര് സ്റ്റാഫുകള് വെയർ ചെയ്യേണ്ടത്. പോയിന്റ് ക്ലിയർ ആണോ? വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസും ക്ലോസ്ഡ് ഷൂസുകളും ഉപയോഗിക്കുക. Then waste to be gathered in leak-proof containers. എന്താണ് വേസ്റ്റുകൾ കൊണ്ടുപോകുന്ന സമയത്ത് അതില് ആ കണ്ടെയ്നേഴ്സിൽ അല്ലെ, ആ കൊണ്ടുപോകുന്ന കണ്ടെയ്നേഴ്സിൽ എന്താണ് ലീക്കേജസ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ലാതെ ഉറപ്പുവരുത്തുക. Then waste should be clear for disposal when 3-4 inch full. എന്താണ് ഈ വേസ്റ്റുകള് 3-4 ഇഞ്ച് ഫുള്ളായി കഴിഞ്ഞാൽ എന്താണ് അത് ക്ലിയർ ചെയ്യണം, ആ കണ്ടെയ്നറിൽ നിന്നത് ക്ലിയർ ചെയ്ത് മാറ്റണം, അല്ലാതെ അതിലെ കുത്തി നിറച്ച് കൊണ്ടുവന്ന് വെക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അതിന് മെയിൻ ആയിട്ട് ഒരു മെഷർമെന്റ് കൊടുത്തിട്ടുണ്ട്. 3-4 ഇഞ്ച് ആയിട്ട് കഴിയുമ്പോൾ തന്നെ എന്താണ് അത് ഡിസ്പോസ് ചെയ്യണം, അല്ലാതെ അതിൽ കുത്തി നിറച്ച് വെക്കാനായിട്ട് പാടില്ല. ഓക്കെ ആണോ? Waste should be separated into infectious and non-infectious waste. അല്ലെ, വേസ്റ്റുകള് സെപ്പറേറ്റ് ചെയ്യണം, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതും നോൺ ആയിട്ടുള്ളതും അല്ലെ, നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതും സെപ്പറേറ്റ് വേസ്റ്റുകൾ തമ്മിൽ നമ്മള് തരം തിരിക്കുക അല്ലെ. ഇൻഫെക്ഷ്യസ് ആയിട്ടും നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഡിസ്പോസ് ചെയ്യുക, സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ അത് ഡിസ്പോസ് ചെയ്യുക. വേർതിരിക്കണം, വേസ്റ്റുകൾ തമ്മിൽ വേർതിരിക്കുക. പിന്നെന്താണ്? ഡിസ്ഇൻഫെക്ട് the bleaching mixture followed by washing and autoclaves. എന്താണ് ബ്ലീച്ചിങ് മിക്സ്ചർ ഉപയോഗിച്ച് അല്ലെ, ബ്ലീച്ചിങ് മിശ്രിതം ഉപയോഗിച്ചിട്ട് നന്നായി വാഷ് ചെയ്യുകയും അതോടൊപ്പം തന്നെ എന്താണ് ഓട്ടോക്ലേവ്സ് ഉപയോഗിക്കുക അല്ലെ, ബാക്ടീരിയ ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഓട്ടോക്ലേവ്സ് ഉപയോഗിക്കുക. പിന്നെന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ മസ്റ്റ് ബി ഫോളോഡ് അല്ലെ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് തന്നെ അതിന്റെ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് തന്നെ എന്താണ് അത് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുക. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് ഇൻഫെക്ഷൻസ് കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റിൽ വരുന്നത്. സ്റ്റാഫുകള് അവർക്ക് ഗ്ലൗസും ഷൂസ്, ക്ലോസ്ഡ് ആയിട്ടുള്ള ഷൂസുകൾ വേറെതിന് മാത്രമാണ്, വേറെതിന് ശേഷം മാത്രമാണ് വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്യേണ്ടത്. പിന്നെന്താണ്? അവർക്ക് കളക്ട് ചെയ്യുന്ന കണ്ടെയ്നേഴ്സിൽ യാതൊരുവിധ ലീക്കേജസ് ഒന്നും ഉണ്ടാകാനായിട്ട് പാടില്ല. എന്താണ്? പിന്നെന്താണ്? ഓരോ കണ്ടെയ്നേഴ്സും 3-4 ഇഞ്ച് ഫുള്ളായി കഴിയുമ്പോൾ അത് ഡിസ്പോസ് ചെയ്യണം, വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുക. പിന്നെന്താണ്? വേസ്റ്റുകൾ തമ്മിൽ വേർതിരിച്ചിരിക്കണം, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതും നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതും തമ്മിൽ വേർതിരിച്ചിട്ടായിരിക്കണം, അങ്ങനെയുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കണം അത് ഉൾപ്പെടുത്തേണ്ടത്, സെപ്പറേറ്റ് ചെയ്യണം വേസ്റ്റുകള്. പിന്നെന്താണ്? എങ്ങനെയാണ് ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ബ്ലീച്ചിങ് മിക്സ്ചർ ഉപയോഗിച്ചിട്ട് അല്ലെ, ബ്ലീച്ചിങ് മിക്സ്ചർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ ഓട്ടോക്ലേവ് മെഷീൻസുകൾ ഉപയോഗിക്കുക.
പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ മസ്റ്റ് ബി ഫോളോഡ് അല്ലെ. ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മള് ഈ ഭാഗം ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്നൊരു ചാപ്റ്റർ തന്നെ ഫുൾ ഉണ്ട്. ആ ഭാഗത്ത് നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കും കേട്ടോ. ആ പ്രൊസീജിയേഴ്സ് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ലേബർ റൂമിന്റെ വേസ്റ്റ് മാനേജ്മെന്റും പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റി മെഷേഴ്സും ക്ലീനിങ് ഒക്കെ വരുന്നത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയും വരെ മനസ്സിലായോ? മനസ്സിലായോ പിള്ളേരെ? ന്യൂബോൺ കെയർ നോക്കാം. ന്യൂബോൺ കെയർ ഓക്കെ. ന്യൂബോൺ കെയർ എന്താണ്? ന്യൂബോൺ എന്ന് പറഞ്ഞാല് ന്യൂബോൺ ആരാണ്? ന്യൂബോൺ നവജാത ശിശുസ് അല്ലെ. നവജാത ശിശു അല്ലെങ്കിൽ ബേബീസ്. ന്യൂബോൺ ബേബീസ്, ന്യൂബോൺ കെയർ അല്ലെ. ഏറ്റവും പ്രധാന ലേബർ റൂമിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്തായാലും ന്യൂബോൺ കെയർ എന്ന് പറയുന്നത് അല്ലെ. ലേബർ റൂം ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം പിന്നീട് പോകുന്ന ഒരു സ്റ്റേജ് ആണ് എന്തായാലും ന്യൂബോൺ കെയർ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഈ ലേബർ റൂമും ന്യൂബോൺ കെയറും തൊട്ടടുത്ത് തന്നെയായിരിക്കും. ആണോ? ആണോ? അല്ലേ? അല്ല. എന്നിരുന്നാലും ഒരുപാട് അകലെ അല്ലാതെ തന്നെ ആയിരിക്കും, അടുത്ത് തന്നെ ആയിരിക്കും എന്ത്? ന്യൂബോൺ കെയർ അല്ലെ. ഓക്കെ. Necessary care at birth of a newborn is compulsory for all labor rooms and obstetric OTs of the delivery point. എന്താണ്? Necessary care at birth of a newborn compulsory for all labor rooms and obstetric OTs of the delivery point. എന്താണ് പറയുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് ഒരു ന്യൂബോൺ കെയർ കൊടുത്തിരിക്കുന്നത്. അവിടെ നവജാത ശിശുവിന്റെ പരിചരണത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. കമ്പൽസറി ആയിട്ട് ഉള്ളതാണ് എന്ത്? ആ ഒരു പോയിന്റ്, ന്യൂബോൺ കെയർ പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അവിടെ ആരൊക്കെ ഉണ്ടായിരിക്കും? വെൽ ക്വാളിഫൈഡ് പീഡിയാട്രീഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. ശിശു വിദഗ്ധർ ഉണ്ടായിരിക്കും, സ്റ്റാഫ് നഴ്സസ് ഉണ്ടാകും, ആൻഡ് സപ്പോർട്ട് സ്റ്റാഫ് ആർ നീഡഡ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള പീഡിയാട്രീഷ്യൻസ് ഉണ്ടാകും, സ്റ്റാഫ് നഴ്സസും ദെൻ സപ്പോർട്ടിംഗ് സ്റ്റാഫ്സും ആയിരിക്കും എവിടെ ഉണ്ടാകുക? ന്യൂബോൺ കെയറിൽ ഉണ്ടാവുക. ഇനി എന്തൊക്കെ സർവീസസ് ആണ്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ന്യൂബോൺ കെയറിൽ ഉൾപ്പെടുന്നത്? ഓക്കെ, നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ്? കെയർ അറ്റ് ബർത്ത്. കെയർ അറ്റ് ബർത്ത് എന്താണ്? ജനന സമയത്തെ കുഞ്ഞിനുള്ള കുഞ്ഞിന്റെ പരിചരണം. ന്യൂബോൺ കെയറിലാണത്. ആ കെയർ അറ്റ് ബർത്ത്. കുഞ്ഞിന് പുറത്തെടുത്തതിന് ശേഷം എന്താണ്? അതിനെ തുടച്ച് ക്ലീൻ ചെയ്ത് എന്താണ് പൊതിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്താണ് കുറച്ച് പ്രൊസീജിയേഴ്സ് അവിടെ ആ ഒരു കെയർ ടൈമില്, ആ ബർത്ത് അറ്റ് ടൈമില് ഉണ്ട്. ഓക്കെ, ദെൻ പിന്നെന്താണ്? ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂബോൺ. ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂബോൺ എന്താണ്? അസുഖമുള്ള കുഞ്ഞുങ്ങൾക്ക്, എന്തെങ്കിലും തരത്തിലുള്ള അസുഖമുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക പരിചരണം കൊടുക്കുന്നതോ എവിടെയാണ്? ന്യൂബോൺ കെയറിലാണ്. ഓക്കെ, സിക്ക് ന്യൂബോൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ അസുഖമുള്ള കുഞ്ഞുങ്ങൾക്ക് ബേസിക് കെയർ കൊടുക്കുന്നു. ദെൻ റീറെസിസ്റ്റേഷൻ എന്താണ്? റീറെസിസ്റ്റേഷൻ
എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്താണ് വെയിറ്റ് കുറവോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പാടുകളോ ശരീരത്തില് മഞ്ഞപ്പോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണെങ്കിൽ പ്രധാനമായിട്ടും എന്താണ് റിസസിറ്റേഷനിൽ വരുന്നത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആയിരിക്കും അല്ലെ. കുഞ്ഞ് ചിലപ്പോൾ ജനിച്ച ഉടനെ കരയാതിരിക്കുന്നു അല്ലെ. അറിയാതാകുന്ന കുഞ്ഞിന്റെ ഹാർട്ടിന്റെ ലങ്സിന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി നടക്കാതെ വരുമ്പോൾ ഡോക്ടേഴ്സും സ്റ്റാഫുകളും ഡോക്ടേഴ്സും നഴ്സും എന്താണ് നല്ല രീതിയിൽ കുഞ്ഞിന്റെ പുറത്ത് കട്ടുകയോ അവർക്ക് വേണ്ട എന്താണ് ഓക്സിജൻ അത്യാവശ്യം ബേസിക് കെയറുകൾ കൊടുത്ത് കുഞ്ഞിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും ചെയ്യുന്നതിന് അഹോരാത്രം അവർ പ്രയത്നിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ മെയിൻലി എന്താണ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിരിക്കാം അല്ലെ. കുഞ്ഞിനെ പുറത്തേക്ക് ശ്വാസം എടുക്കാൻ കഴിയാത്ത അവസ്ഥ, ഹാർട്ടിന്റെ പ്രവർത്തനം നിലച്ചു നിന്ന അവസ്ഥയില് ഡോക്ടേഴ്സിന്റെ ഇടപെടൽ മൂലമാണ് കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. നമ്മൾ ഒത്തിരി വീഡിയോസിലും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അങ്ങനത്തെ. കണ്ടിട്ടില്ലേ? എവിടെയാണ് നടക്കുന്നത്? ന്യൂബോൺ കെയറിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. കണ്ടിട്ടില്ലേ നിങ്ങള്? ഇനി ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ് അല്ലെ. കുഞ്ഞിന്റെ വൈറ്റൽ സയൻസുകളൊക്കെ, വൈറ്റൽ സയൻസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? വാല്യൂസുകളൊക്കെ ചെക്ക് ചെയ്യണം. ഹാർട്ട് റേറ്റ് എത്ര മിനിറ്റ് സെക്കൻഡിൽ എത്ര മിനിറ്റ് എത്ര ഹാർട്ട് ബീറ്റ്സ് കുഞ്ഞിന് പോകുന്നുണ്ട് അതൊക്കെ കൃത്യമായി ചെക്ക് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ ഓഫ് വൈറ്റൽസ്. ഇമ്മ്യൂണൈസേഷൻ സർവീസസ് എന്താണ്? ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിന് എന്താണ് നൽകുന്നത്? ജനിച്ച ഉടനെ ഏത് ഇമ്മ്യൂണൈസേഷൻ ആണ് കൊടുക്കുന്നത്? യെസ്, BCG ആണ് അല്ലെ. ജനിച്ച ഉടനെ കുഞ്ഞിന് നൽകുന്ന പ്രതിരോധ കുത്തിവയ്പ്പാണ് ഇമ്മ്യൂണൈസേഷൻ അല്ലെ. അത്തരത്തിലുള്ള സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ന്യൂബോൺ കെയറിലാണ്. ചെക്ക് ഫോർ എനി ഇൻബോൺ ഇറഗുലാരിറ്റി. ചെക്ക് ഫോർ എനി ഇറഗുലാരിറ്റി എന്താണ്? ജനന സമയത്ത് അല്ലെ, ജനന സമയത്ത് കുഞ്ഞിന് എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ കേൾവിക്കുറവോ കാഴ്ചക്കുറവോ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ഫീഡിങ് സപ്പോർട്ട്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിന് അവിടെ കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നു, ഫീഡിങ് സപ്പോർട്ട് കൊടുക്കുന്നു. ലുക്ക് ഇൻടു ഹൈ റിസ്ക് ന്യൂബോൺ എന്താണ്? ഉയർന്ന അപകട സ്ഥാനത്തിലുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിചരണം നൽകുന്നു അല്ലെ. ഏതെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികൾക്ക് എന്താണ് കൂടുതൽ പരിചരണം നൽകുന്നവർക്ക് എപ്പോഴും പ്രത്യേക കെയർ കൊടുക്കുന്നു. റെഫറൻസ് സർവീസസ് എക്സെട്ര. പിന്നെ എന്താണ് ഓരോ ന്യൂബോൺസിന്റെയും റെഫറൻസസുകൾ നോക്കുന്നു. ഓക്കെ, ഓക്കെ. അപ്പൊ ന്യൂബോൺ കെയർ എന്താണെന്ന് മനസ്സിലായോ? എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ കൺസിസ്റ്റ് ചെയ്യുന്നത്? എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്? കെയർ അറ്റ് ബർത്ത്, ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂബോൺ, resuscitation, displaying of vitals, immunization services, check for any inborn irregularity, breastfeeding and feeding support, look into higher risk newborn. Okay, മനസ്സിലായോ പിള്ളേരെ? ന്യൂബോൺ കെയർ മനസ്സിലായോ? യെസ്. ഇനി for proper newborn care, things required to be done. ഇനി ന്യൂബോൺ ബേസിനെ പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്യുന്നതിന് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ബിഫോർ ഹാൻഡ്ലിംഗ് ദ ബേബി സ്ട്രിക്റ്റ്ലി വാഷ് ഹാൻഡ്സ്. എന്താണ്? ബിഫോർ ഹാൻഡ്ലിംഗ് ദ ബേബി സ്ട്രിക്റ്റ്ലി വാഷ് ഹാൻഡ്സ്. എന്താ പറയുന്നത്? കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് കുഞ്ഞിനെ എടുക്കുന്നതിന് മുമ്പ് എന്താണ്? പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. റൂമിങ് ഇൻ ദ ബേബി വിത്ത് ദ മദർ. എന്താണ്? അമ്മയ്ക്കൊപ്പമുള്ള കുഞ്ഞിന്റെ മുറിക്ക് എങ്ങനെയായിരിക്കണം? വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു മുറി ആയിരിക്കണം. റൂമിങ് ഇൻ ദ ബേബി വിത്ത് ദ മദർ അല്ലെ. അമ്മയും കുഞ്ഞിനുള്ള മുറി വളരെയധികം പ്രോപ്പർ ആയിട്ടായിരിക്കണം. കീപ്പിംഗ് ദ ബേബി വാം. എന്താണ്? കീപ്പിംഗ് ദ ബേബി, കുഞ്ഞിനെ ചൂട് നിലനിർത്താനുള്ള സംവിധാനങ്ങൾ അല്ലെ. ഇങ്ങനെ ചൂട് നിലനിർത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. അവിടെ എക്സ്ട്രാ എന്നാണ് കിടക്കുന്നത്, അവിടെ എക്സ്ട്രാ എന്നാണ് കേട്ടോ.
extra care should be taken to the temperature in preterm and LBW baby. എക്സ്ട്രാ കെയർ കൊടുക്കണമെന്ന് ആർക്കാണ്? LBW ബേബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ബർത്ത് വെയിറ്റ് അല്ലെ? ലോ ബർത്ത് വെയിറ്റ് ബേബി ആണ് LBW ബേബി അല്ലെ? അതായത് ഭാരം കുറഞ്ഞ കുഞ്ഞുങ്ങള്. LBW baby, low birth weight, low birth weight. അതായത് 2500 ഗ്രാംസിന് താഴെ വരുന്ന കുഞ്ഞുങ്ങളാണ് LBW വരുന്നത്. ലോ ബർത്ത് വെയിറ്റ് അല്ലെ? വെയിറ്റ് ഭാരം കുറഞ്ഞ കുട്ടികൾ. ലെസ് ദാൻ 2500 ഗ്രാംസ് താഴെ വരുന്ന കുഞ്ഞുങ്ങളാണ് LBW ബേബീസ് എന്ന് പറയുന്നത്. ലോ ബർത്ത് വെയിറ്റ്. ജനന സമയത്തെ വെയിറ്റ് അല്ലെ? ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുഞ്ഞിന്റെ ജനന സമയത്തെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ വെയിറ്റ് കുറഞ്ഞ കുട്ടികൾക്ക് എന്താണ് എക്സ്ട്രാ കെയർ, അവരുടെ ടെമ്പറേച്ചർ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് എക്സ്ട്രാ കെയർ കുഞ്ഞുങ്ങൾക്ക് നൽകണം. കീപ് ദ കോഡ് ഡ്രൈ ആൻഡ് ക്ലീൻ. കീപ് ദ കോഡ്, എന്ത് കോഡാണ് ഡ്രൈ ആൻഡ് ക്ലീൻ ആക്കി വെക്കേണ്ടത്? എന്ത് കോഡാണ്? കുഞ്ഞിന്റെ എന്ത് കോഡാണ് കോഡ് ഡ്രൈ ആൻഡ് ക്ലീൻ ആക്കി വെക്കേണ്ടത്? അറിയില്ല. യെസ്, അംബ്ലിക്കൽ കോഡ് അല്ലെ? പൊക്കിൾ കൊടി. അത് ഡ്രൈയും ക്ലീൻ ആക്കി വെക്കുക അല്ലെ? ഇത് തനിയെ വിട്ടു പോകുന്ന ഒരു സാധനമാണ്. ആ ഒരു സമയം വരെ എന്താണ് അത് ക്ലീൻ ചെയ്ത് അവിടെ യാതൊരുവിധ ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ, പഴുപ്പോ മറ്റൊന്നും വരാതെ തന്നെ ക്ലീൻ ആക്കി വെക്കുക. Then care provider should receive the newborn and keep intervals after delivery. എന്താണ് നിശ്ചിത ഇടവേളകളിലായിട്ട് നവജാത ശിശുക്കളെ ഈ കുഞ്ഞുങ്ങളെ ന്യൂബോൺ ബേബീസിനെ കൃത്യമായിട്ട് ഇന്റർവെൽസിൽ ചെക്ക് ചെയ്യണം. അതായത് ഡെലിവറിക്ക് ശേഷം നിശ്ചിത ഇടവേളകളിൽ നവജാത ശിശുവിനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, അവരെ വന്ന് കണ്ടുകൊണ്ടിരിക്കണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പ്രോപ്പർ ന്യൂബോൺ കെയർ തിങ്സ് റിക്വയർലി പറയുന്നത്. എന്താണ് അവരെ എടുക്കുന്നതിന് മുമ്പ്, കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. ദെൻ കുഞ്ഞും അമ്മയുമായിട്ടുള്ള മുറിയിൽ എന്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ദെൻ കീപ്പിംഗ് ദ ബേബി വാം, ഇതിനെ ഒരു കൃത്യമായ രീതിയിൽ ഒരു ചൂട് നിലനിർത്തുക. ദെൻ എക്സ്ട്രാ കെയർ ഷുഡ് ബി, എന്താണ് ലോവർ വെയിറ്റ് ഉള്ള കുട്ടികൾക്ക് അല്ലെ, വെയിറ്റ് കുറവുള്ള കുഞ്ഞിനെ പ്രത്യേക കെയറുകൾ നൽകുക. പിന്നെ എന്താണ് കോഡ് ഡ്രൈ ആൻഡ് ക്ലീൻ, അപ്ലിക്കൽ കോഡ്സ് കൃത്യമായിട്ടും ക്ലീൻ ചെയ്തും ഡ്രൈ ആയും സൂക്ഷിക്കുക. ദെൻ ഓരോ ഇന്റർവെൽസിലും എന്താണ് കുഞ്ഞിനെ നവജാത ശിശുക്കളുടെ പരിചരണം ഉറപ്പുവരുത്തുക, അവരെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, മനസ്സിലായോ പിള്ളേരെ? ഏതാണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി നമുക്കിനി ഈ രണ്ട് ഭാഗങ്ങളെ ഉള്ളൂ, ഒരു 3 മിനിറ്റ്സ് എടുക്കാവുന്നത്. ഇത് ഓക്കെ. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ, ഇത് കുറച്ചുള്ള ഒരു ഭാഗങ്ങൾ പെട്ടെന്ന് കഴിയും. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ആംബുലൻസ് സർവീസസ് എടുത്തു വെക്കുക കേട്ടോ. ആംബുലൻസ് സർവീസസ്, ആംബുലൻസ് സർവീസസ് കഴിഞ്ഞിട്ടേ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് എടുക്കുന്നുള്ളൂ കേട്ടോ. ആംബുലൻസ് സർവീസസും കുറച്ച് ലെങ്തി ആയിട്ടൊരു ചാപ്റ്റർ ആണ്. അപ്പൊ അതെടുത്തതിന് ശേഷം മൊഡ്യൂൾ 1 ഒരു ഭാഗമല്ലേ തീരാനുള്ളൂ, ഫ്രണ്ട് ഓഫീസ്. അതെടുക്കാം കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം അതെടുക്കാം. ഓക്കെ, ഓക്കെ, പറഞ്ഞിടൂ ഒന്ന്. എന്തൊക്കെ മെഷേഴ്സ് ആണ് സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കേണ്ടത്? എന്തൊക്കെ മെഷേഴ്സ് ആണ്? പ്രവീണ കേൾക്കുന്നില്ലേ? മൈക്രോഫോൺ ഓൺ ആണോ? പറഞ്ഞോ. ആരാ പറയുന്നത്?
ആരുമില്ല പറയാൻ? എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ് ലേബർ റൂമിൽ ഉപയോഗിക്കേണ്ടത് പറഞ്ഞേ? എല്ലാവരും ഫോൺ വെച്ചിട്ട് പോയാക്കിയാണോ ക്ലാസ് ഒന്നും കേൾക്കാതെ? ഞാൻ പറയാം. പറഞ്ഞു. എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയർ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ പീരിയോഡിക് ഇൻ സർവീസ് ആണ് ട്രെയിനിങ് സെക്ടേഴ്സ് ഒക്കെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവർക്ക് കൊടുക്കണം. പിന്നെ ക്ലോത്തിങ് സാനിറ്ററി അത് ക്ലീൻ ആയിരിക്കണം. PPE ആക്സസിബിൾ ആയിരിക്കണം, പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. ജനറൽ ആൻഡ് പർട്ടിക്കുലർ പ്രാക്ടീസ് ട്രെയിനിങ് എംപ്ലോയീസിന് കൊടുക്കണം. ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കണം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് അതർ സപ്ലൈസ് ക്ലീൻഡ് ആൻഡ് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. പിന്നെ പേഷ്യൻസ് വിൽ ബി പ്രൊവൈഡഡ് വിത്ത് സ്റ്റെറൈൽ റോബ്സ്. പിന്നെ ഇവാലുവേഷൻ ഓഫ് എംപ്ലോയീസ് ദാറ്റ് ഈസ് ഹെൽത്ത് ഈസ് ക്രിട്ടിക്കൽ. ഹെൽത്ത് ക്രിട്ടിക്കൽ ആകുമ്പം അവരുടെ ഇവാലുവേഷൻ ഓഫ് എംപ്ലോയീസ് കറക്റ്റ് ആയിട്ട് നോക്കണം. ഓക്കെ, ഇനി എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് ലേബർ റൂമിൽ വേണ്ടത്? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഏതൊക്കെയാണ്? വേറൊരാൾ പറഞ്ഞേ. Hand washing, wearing protective clothes, proper disposal of biomedical waste വേണം, proper handling of sharp objects, പിന്നെ sterilization and disinfecting of the item used, processing of used equipment, sustaining a clean and aesthetic environment. Environment, okay. Then ഏതൊക്കെ റൂൾസ് ആണ് ക്ലീൻ ചെയ്യുമ്പോൾ പാലിക്കേണ്ടത്? ക്ലീനിങ് റൂൾസ് ഏതൊക്കെയാണ്? വേറൊരാൾ പറഞ്ഞേ. ഔട്ട്സൈഡിൽ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മ തുടച്ചും ക്ലീൻ ചെയ്തൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ആഡിക്വേറ്റ് ആയിട്ടുള്ള ക്ലീനിങ് സീക്വൻസസ് യൂസ് ചെയ്യാം. പിന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ റിപ്പയർ ചെയ്തും പിന്നെ റീപ്ലേസ് ചെയ്തൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ബോഡി ഫ്ലൂയിഡും ബ്ലഡും അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം ഇമ്മീഡിയറ്റ് ആയിട്ട്. പിന്നെ മോപ്പിംഗ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യാം ഫ്ലോർ ക്ലീനിങ്ങിനൊക്കെ. പിന്നെ ലേബർ റൂമിൽ എന്തെങ്കിലും ചോർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മ അത് റിപ്പോർട്ട് ചെയ്യണം. പിന്നെ ആഫ്റ്റർ എവറി ഡെലിവറി ദി ടേബിൾസ് ആർ ക്ലീൻ. എല്ലാ ഡെലിവറിക്ക് ശേഷവും ടേബിളൊക്കെ ക്ലീൻ ചെയ്യണം. പിന്നെ പിന്നെ ഡിസിൻഫെക്ഷൻ ആയിട്ടുള്ള ഇതൊക്കെയാണ് വിമുക്തമാക്കാനുള്ള പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് നമ്മ ഫോളോ ചെയ്യണം. ഇനി ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആര് പറയും? പറഞ്ഞു. പറയുന്നുണ്ടോ? Staff collecting waste should wear utility gloves and closed shoes. നല്ല ഗ്ലൗസും പിന്നെ ക്ലോസ്ഡ് ഷൂസ് ഒക്കെ ഉപയോഗിക്കുക. വേസ്റ്റ് ടു ബി ഗാദർഡ് ഇൻ ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സ്. പിന്നെ വേസ്റ്റ് ഷുഡ് ബി ക്ലിയർ ഫോർ ഡിസ്പോസൽ വെൻ 3 to 4 full. Waste should be separated into infectious and non-infectious waste. Disinfect with bleaching mixture followed by washing and autoclave. Biomedical waste management standard procedures must be followed.
Then newborn care facilities എന്തൊക്കെയാണ്? Newborn care facilities. കെയർ അറ്റ് ബർത്ത്, ഉം. ജനനസമയത്ത് പരിചരണം, പിന്നെ ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ, ആ. റീസസിറ്റേഷൻ, ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ്, ഹാർട്ട് റേറ്റ് ഒക്കെ ചെക്ക് ചെയ്യുക, പിന്നെ ഇമ്മ്യൂണൈസേഷൻ സർവീസസ്, കുത്തിവയ്പ്പൊക്കെ നടത്തുക, പിന്നെ ചെക്ക് ഫോർ എനി ഇൻബോൺ ഇറഗുലാരിറ്റി, എന്തെങ്കിലും വൈകല്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹിയറിംഗ് അതൊക്കെ നോക്കുക, പിന്നെ ബ്രീസ്റ്റ് ഫീഡിങ് ആൻഡ് ഫീഡിങ് സപ്പോർട്ട്, പിന്നെ ലുക്ക് ഇൻ ടു ഓഫ് ഹൈ റിസ്ക് ന്യൂ ബോൺ, പിന്നെ റെഫറൻസ് സർവീസസ് നോക്കുന്നു. Then proper newborn care things എന്തൊക്കെയാ? ബേബി Before handling the baby, strictly wash the hand. വാഷ് ചെയ്യണം. പിന്നെ അമ്മയുടെ റൂം അതുപോലെ ബേബിയുടെ റൂമും ക്ലീൻ ആയിട്ടിരിക്കണം. ഹോട്ട് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം ന്യൂബോൺ ബേബീസിന്. പിന്നെ എക്സ്ട്രാ കെയർ ആയിരിക്കണം, അതായത് ലോ വെയിറ്റ് ആയിട്ടുള്ള ബേബീസ് ഉണ്ടാവും, അപ്പൊ അവർക്ക് എക്സ്ട്രാ കെയർ കൊടുക്കണം. പിന്നെ പൊക്കിൽ കൂടി സേഫ് ആൻഡ് ഡ്രൈ ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കണം അത് പോകുന്നത് വരെ. പിന്നെ ഓരോ ഇന്റർവെൽസിലും ബേബീനെ പ്രത്യേകം കെയർ ചെയ്യണം. ക്ലിയർ ആണോ അപ്പൊ ഇത്രയും വരെ ഈ ഭാഗങ്ങളെല്ലാരും? ക്ലിയർ. ഓക്കെ. ഇന്ന് ഇത്ര മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആംബുലൻസ് സർവീസസ് എടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് തീരും, കുറച്ച് പോയിന്റ്സ് ഉള്ളൂ. ഓക്കെ, എന്നാ ലീവ് ചെയ്തോളൂ കേട്ടോ നിങ്ങള്. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു. You miss താങ്ക് യു. താങ്ക് യു മിസ്.